ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നാളെ മുതൽ ഞാനൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം കൂടുന്നുണ്ടോ? ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് നല്ലോണം ഒരു 5-6 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇപ്പം പോകാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് കുടുംബത്തിൽ കുറച്ച് വിവാഹങ്ങൾ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോന് പനി, എനിക്ക് പനി, അങ്ങനെ ഓരോ കാരണം കൊണ്ട് ശരീരമൊക്കെ ഒന്ന് ക്ഷീണിച്ചപ്പം ഞാൻ ജിമ്മിന് പോകുന്നത് നിർത്തി. അപ്പം എന്താ, എൻ്റെ കുറഞ്ഞ വെയിറ്റ് പിന്നെ വീണ്ടും കൂടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഈ ഓണം വെക്കേഷനോടെ കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഞാൻ ജിമ്മിന് പോകണം എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അതുവരെയുള്ള സമയം എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങാമെന്ന്. അപ്പോൾ ഞാനൊരു 15 ദിവസമാണ് ഇപ്പോൾ തുടങ്ങാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇത് സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അതെൻ്റെതായ രീതിയാണ്. അത് എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന രീതി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇതിൽ വെജ് വിഭവങ്ങൾ മാത്രം വെച്ചിട്ടായിരിക്കും കേട്ടോ എൻ്റെ വെയിറ്റ് ലോസിൽ ഉണ്ടാവുക. നോൺ വെജ് ഞങ്ങൾ കഴിക്കാറില്ല. അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് എഗ്ഗോ മീറ്റോ ഫിഷോ ഇങ്ങനെ എന്താ വെച്ചാൽ അത് കഴിക്കാം. കാര്യമായിട്ട് കുറച്ച് വ്യായാമം, രാവിലെ എന്തായാലും എഴുന്നേറ്റ് കുറച്ചൊരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും ഒരു വ്യായാമങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ എൻ്റെ കൂടെ കൂടുന്നവർ കൂടെ കൂടും. പിന്നെ അതിലെന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവർ അതൊന്ന് പറഞ്ഞ് തിരുത്തി തരൂ. എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ ഞാൻ തുടങ്ങും. ഡേ 1 ഒരു 15 ദിവസമേ എടുക്കുന്നുള്ളൂ. കാരണം 15 ദിവസം കഴിഞ്ഞിട്ട് 30 ദിവസം, ഒരു മാസമെങ്കിലും നമ്മൾ നോക്കണം. പക്ഷേ ഞാൻ തൽക്കാലം 15 എന്നുള്ള ഒരു ഡേറ്റാണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഭഗവാന്റെ സഹായത്താൽ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം കൂടുന്നവർ ഒരു കമൻറ്റോ ലൈക്കൊക്കെ ചെയ്യൂ കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു.